ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. G20 ഉച്ചകോടിക്ക് ഇന്ന് ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ സമാപനം. മൂന്നാം സെഷനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനം നാളെ. മത്സര ചിത്രം തെളിയുന്നതോടെ പ്രചാരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നണികൾ. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള എന്യൂമറേഷൻ ഫോം വിതരണം അവസാന ഘട്ടത്തിലേക്ക് കടന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ദുബായ് എയർ ഷോ യുദ്ധവിമാനാപകടത്തിൽ വീരമൃത്യു വരിച്ച വിംഗ് കമാൻഡർ നമൻ സ്യാലിന്റെ ഭൌതികദേഹം കോയമ്പത്തൂരിലെത്തിച്ചു. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ വ്യാപക മഴയ്ക്ക് സാധ്യത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക്. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് കിരീടം സ്വന്തമാക്കി ഇന്ത്യയുടെ ലക്ഷ്യ സെൻ. വാർത്തകൾ വിശദമായി. 20ാമത് G20 ഉച്ചകോടി ഇന്ന് സമാപിക്കും. ഉച്ചകോടിയുടെ മൂന്നാം സെഷനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ദക്ഷിണാഫ്രിക്കൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി വൈകുന്നേരം ന്യൂഡൽഹിയിലേക്ക് മടങ്ങും. അതേസമയം സമഗ്ര ആഗോള വളർച്ചയ്ക്ക് ഐക്യദാർഢ്യം, സമത്വം, സുസ്ഥിരത എന്നിവ അനിവാര്യ ഘടകങ്ങളാണെന്ന G20യിലെ സംയുക്ത പ്രഖ്യാപനത്തെ ലോക നേതാക്കൾ അംഗീകരിച്ചു. ഊർജ്ജ സുരക്ഷ, കാലാവസ്ഥാ സംരക്ഷണം, ദുരന്ത പ്രതിരോധം എന്നിവയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്നതാണ് പ്രഖ്യാപനം. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനം നാളെ. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള നോട്ടീസ് നാളെ ഉച്ചയ്ക്ക് ശേഷം 3 മണിവരെ വരണാധികാരിക്ക് നൽകാം. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ പ്രാഥമിക വിവരപ്രകാരം 2261 പത്രികകളാണ് തള്ളിയത്. ആകെ 98,451 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത്. ഏറ്റവും കൂടുതൽ പത്രികകൾ തള്ളിയത് തിരുവനന്തപുരം ജില്ലയിലാണ് 527 എണ്ണം. കോട്ടയത്ത് 401 പത്രികകൾ തള്ളി. പത്രിക സംബന്ധിച്ച അന്തിമ കണക്കുകൾ ഇന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. അടുത്ത മാസം 9, 11 തീയതികളിൽ 2 ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ്. ഡിസംബർ 13-ന് വോട്ടെണ്ണൽ നടക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പത്രിക പിൻവലിക്കാനുള്ള സമയം നാളെ അവസാനിക്കുന്നതോടെ സ്ഥാനാർത്ഥി ചിത്രം പൂർണ്ണമാകും. തുടർന്ന് 2 ആഴ്ച പ്രചാരണത്തിന്റെ കാലമാണ്. ചുമരെഴുത്തും ബോർഡുകളും പോസ്റ്ററുകളുമായി 3 മുന്നണികളും ഇതിനകം പ്രചാരണം വിപുലമാക്കിയിട്ടുണ്ട്. വീടുകൾ തോറും കയറി എല്ലാ വോട്ടർമാരെയും നേരിൽ കാണാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരമാവധി നേട്ടമുണ്ടാക്കാൻ മുന്നണികൾ ശ്രമിക്കുമ്പോൾ പ്രചാരണത്തിലും ആവേശം പ്രതിഫലിക്കുമെന്ന് ഉറപ്പാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള തിരുവനന്തപുരം ജില്ലയിലെ പൊതുനിരീക്ഷകനായി സുനീൽ പമിഡി ചുമതലയേറ്റു. പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന ഡയറക്ടറായ അദ്ദേഹം ജില്ലാ കളക്ടറുമായി കൂടിക്കാഴ്ച നടത്തി. തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ പ്രവർത്തിക്കുന്ന പൊതുനിരീക്ഷകന്റെ ഓഫീസിൽ വൈകിട്ട് 3:30 മുതൽ 4:30 വരെ പൊതുജനങ്ങൾക്ക് നേരിൽ പരാതികൾ നൽകാവുന്നതാണ്. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി ഡിജിറ്റൈസ് ചെയ്ത എന്യൂമറേഷൻ ഫോമുകളുടെ എണ്ണം 31 ലക്ഷം കവിഞ്ഞതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. തിരുവനന്തപുരത്ത് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്യൂമറേഷൻ ഫോം വിതരണം അവസാന ഘട്ടത്തിലേക്ക് കടന്നതായും അദ്ദേഹം അറിയിച്ചു. ജമ്മുവിലെ രജൌരിയിൽ വീരമൃത്യു വരിച്ച മലപ്പുറം സ്വദേശി സുബേദാർ സജീഷിന് വിട നൽകാൻ ജന്മനാട്. ബാലപ്രബോധിനി LP സ്കൂളിലെ പൊതുദർശനത്തിന് ശേഷം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും ഇന്ന് സംസ്കാരം. പട്രോളിംഗിനിടെ വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞ് ഇന്നലെയാണ് സുബേദാർ സജീഷ് വീരമൃത്യു വരിച്ചത്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ഒരു രോഗി കൂടി മരിച്ചു. പയ്യോളി സ്വദേശി സരസുവാണ് ഇന്നലെ മരിച്ചത്. ശബരിമല സന്നിധാനത്തെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് ആശ്വാസമായി ദേവസ്വം ബോർഡിന്റെ അന്നദാന മണ്ഡപം. 3 നേരവും ഭക്ഷണം ലഭ്യമാകുന്ന അന്നദാന മണ്ഡപത്തിൽ 10,000-ലധികം പേരാണ് ദിവസവും എത്തുന്നത്. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ശബരിമലയിൽ മാളികപ്പുറം ക്ഷേത്രത്തിന് പിന്നിലായി പ്രവർത്തിക്കുന്ന അന്നദാന മണ്ഡപത്തിൽ രാവിലെ 6 മുതൽ രാത്രി ക്ഷേത്രനട അടയ്ക്കും വരെ ഭക്തർക്ക് ഭക്ഷണം ലഭ്യമാണ്. 3 നേരമായാണ് ഭക്ഷണം വിളമ്പുന്നത്. നട തുറക്കുന്ന ദിവസങ്ങളിലെല്ലാം അന്നദാനമൊരുക്കുന്ന മണ്ഡപത്തിൽ മകരവിളക്കിന് പ്രത്യേക സൌകര്യവും ഒരുക്കിവരുന്നു. 1000-ഓളം ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ അന്നദാന മണ്ഡപങ്ങളിൽ ഒന്നാണ് ശബരിമലയിലേത്. രാജ്യത്ത് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള തൊഴിൽ നിയമങ്ങൾ ലളിതമാക്കുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള 4 പുതിയ തൊഴിൽ കോഡുകൾ പ്രാബല്യത്തിൽ. 2019 വേതന കോഡ്, 2020 ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ്, 2020 സാമൂഹിക സുരക്ഷാ കോഡ്, 2020 തൊഴിൽ സുരക്ഷ, ആരോഗ്യം, ജോലി സാഹചര്യ കോഡ് എന്നിവയാണ് പ്രാബല്യത്തിലായത്.
ആകാശവാണിയുടെയും ദൂരദർശന്റെയും 13 കേന്ദ്രങ്ങളിൽ കോപ്പി എഡിറ്റർ തസ്തികയിലേക്ക് 1 വർഷത്തെ കരാർ നിയമനത്തിന് പ്രസാർ ഭാരതി അപേക്ഷ ക്ഷണിച്ചു. തിരുവനന്തപുരം ആകാശവാണിയിൽ 1 ഒഴിവും ദൂരദർശനിൽ 2 ഒഴിവുമാണ് ഉള്ളത്. കൂടുതൽ വിവരങ്ങൾ പ്രസാർ ഭാരതിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത് ഈ മാസം 30 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 128ാം പതിപ്പാണിത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും മൻ കി ബാത് പ്രക്ഷേപണം ചെയ്യും. മലയാള പരിഭാഷയും തുടർന്നുണ്ടായിരിക്കും. 1800117800 എന്ന ടോൾ ഫ്രീ നമ്പരിലൂടെ ജനങ്ങൾക്ക് പരിപാടിയെക്കുറിച്ചുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും ഈ മാസം 28 വരെ സമർപ്പിക്കാം. ദുബായ് എയർ ഷോയിലെ തേജസ് യുദ്ധവിമാന അപകടത്തിൽ വീരമൃത്യു വരിച്ച വിംഗ് കമാൻഡർ നമൻ സ്യാലിന്റെ ഭൌതികദേഹം കോയമ്പത്തൂരിലെ സുലൂർ വ്യോമതാവളത്തിലെത്തിച്ചു. സഹപ്രവർത്തകരും മറ്റുദ്യോഗസ്ഥരും ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് കിരീടം നേടി ഇന്ത്യയുടെ ലക്ഷ്യ സെൻ. ഇന്ന് നടന്ന ഫൈനലിൽ ജപ്പാൻ താരം യുഷി തനകയെ 21-15, 21-11 എന്ന സ്കോറിനാണ് ലക്ഷ്യ പരാജയപ്പെടുത്തിയത്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഇന്ന് കണ്ണൂർ വോറിയേഴ്സ് FCയും ഫോഴ്സ കൊച്ചിയും ഏറ്റുമുട്ടും. സെമി സാധ്യത നിലനിർത്തുന്നതിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാനായിരിക്കും കണ്ണൂരിന്റെ ശ്രമം. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. 7 മത്സരങ്ങൾ പിന്നിട്ടപ്പോൾ കണ്ണൂർ വാരിയേഴ്സ് 2 ജയവും 4 സമനിലയും 1 തോൽവിയുമായി 10 പോയിന്റ് നേടിയിട്ടുണ്ട്. ഫോഴ്സ കൊച്ചി 1 മത്സരം പോലും വിജയിക്കാൻ സാധിക്കാതെ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്താണ്. 3 മത്സരം മാത്രം ബാക്കി നിൽക്കെ വിജയം സ്വന്തമാക്കി പോയിന്റ് പട്ടികയിൽ 3ാം സ്ഥാനത്തേക്ക് കുതിക്കാനാകും കണ്ണൂരിന്റെ ശ്രമം. കളിച്ച എല്ലാ മത്സരങ്ങളും പരാജയപ്പെട്ട ഫോഴ്സ കൊച്ചിക്ക് സീസണിൽ ഒരു ആശ്വാസ വിജയം അനിവാര്യമാണ്. രാത്രി 7:30 ജവഹർ സ്റ്റേഡിയത്തിലാണ് മത്സരം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വെട്ടുകാട് തിരുനാളിന് ഇന്ന് സമാപനം. തിരുനാളിനോടനുബന്ധിച്ച് തിരുസ്വരൂപ പ്രദക്ഷിണം നടന്നു. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്. വെട്ടുകാട് തിരുനാളിന്റെ സമാപന ദിവസമായ ഇന്ന് കുഞ്ഞുങ്ങൾക്കുള്ള ചോറൂട്ടും തുടർന്ന് തീർത്ഥാടകർക്ക് സ്നേഹവിരുന്നും നൽകി. വെട്ടുകാട് തിരുനാളിന് സമാപനം കുറിച്ചുകൊണ്ട് ഇന്ന് വൈകുന്നേരം 5:30 പള്ളിയങ്കണത്തിൽ തിരുനാൾ പൊന്തിഫിക്കൽ സമൂഹ ദിവ്യബലി നടക്കും. തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ ചടങ്ങിന് മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടക്കും. ഈ മാസം 28 വൈകുന്നേരം 5 മണിക്ക് ഇടവക വികാരി കൊടിയിറക്ക് ചടങ്ങ് നടത്തും. ലോക പൈതൃക വാരത്തോടനുബന്ധിച്ച് കോഴിക്കോടിന്റെ ചരിത്രവും സംസ്കാരവും അറിയുന്നതിന് ഏകദിന ചരിത്ര സാംസ്കാരിക പരിപാടിക്ക് തുടക്കമായി. ഉച്ചയ്ക്ക് ശേഷം ദക്ഷിണേന്ത്യയുടെ ഗോത്ര പൈതൃകം ഡോക്യുമെന്ററിയുടെ സ്ക്രീനിംഗും വൈകിട്ട് കോൽക്കളി ശില്പശാലയും നടക്കും. VK കൃഷ്ണമേനോൻ മ്യൂസിയം ആൻഡ് ആർട്ട് ഗാലറിയും ദ ആർക്കൈവൽ ആൻഡ് റിസർച്ച് പ്രോജക്റ്റും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. 56ാമത് ഇന്ത്യ രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 4ാം ദിനമായ ഇന്ന് ഇന്ത്യൻ പനോരമ വിഭാഗത്തിൽ അൻഹാദ് മിശ്രയുടെ ചമ്പൽ, രാജു ചന്ദ്രയുടെ പിറന്ന നാൾ വാഴ്ത്തുക്കൾ എന്നീ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. ഋത്വിക് ഘട്ടക്കിന്റെ ബംഗാളി ചിത്രം സുവർണരേഖയുടെ പ്രത്യേക പ്രദർശനവും ഇന്നുണ്ടാകും. മണിരത്നം സംവിധാനം ചെയ്ത തമിഴ് ചിത്രം ദളപതിയും ഇന്ന് പ്രേക്ഷകരെ ആകർഷിക്കും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയുടെ 2ാമത്തെയും അവസാനത്തെയും മത്സരം ഗുവാഹത്തിയിൽ പുരോഗമിക്കുന്നു. 2ാം ദിനം ആദ്യ ഇന്നിംഗ്സ് ബാറ്റിംഗ് പുനരാരംഭിച്ച ദക്ഷിണാഫ്രിക്ക ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 7 വിക്കറ്റ് നഷ്ടത്തിൽ 380 റൺ എന്ന നിലയിലാണ്. മലേഷ്യയിൽ നടക്കുന്ന 31ാമത് സുൽത്താൻ അസ്ലാൻ ഷാഹ് പുരുഷ ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണ കൊറിയയെ നേരിടും. ഉദ്ഘാടന മത്സരം ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 നടക്കും. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ പങ്കെടുക്കുന്ന കേരള ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. സഞ്ജു സാംസണാണ് ക്യാപ്റ്റൻ. യുവതാരം അഹമ്മദ് ഇമ്രാനെ വൈസ് ക്യാപ്റ്റനായി നിയമിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. G20 ഉച്ചകോടിക്ക് ഇന്ന് ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ സമാപനം. 3ാം സെഷനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനം നാളെ. മത്സരചിത്രം തെളിയുന്നതോടെ പ്രചാരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നണികൾ. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള എന്യൂമറേഷൻ ഫോം വിതരണം അവസാന ഘട്ടത്തിലേക്ക് കടന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ദുബായ് എയർ ഷോ യുദ്ധവിമാനാപകടത്തിൽ വീരമൃത്യു വരിച്ച വിംഗ് കമാൻഡർ നമൻ സ്യാലിന്റെ ഭൌതികദേഹം കോയമ്പത്തൂരിലെത്തിച്ചു.
സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ വ്യാപക മഴയ്ക്ക് സാധ്യത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക്. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് കിരീടം സ്വന്തമാക്കി ഇന്ത്യയുടെ ലക്ഷ്യ സെൻ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.